ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് HSC+1 യൂണിറ്റ് 3 ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ HSC+1 ഇംഗ്ലീഷിൽ യൂണിറ്റ് 3 പേര് ബിയോണ്ട് ദ ഹൊറൈസൺ എന്നാണ്. അപ്പോൾ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ചക്രവാളം എന്നാണ് അർത്ഥം. ചക്രവാളം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പരന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ധാരാളം കാണാൻ നമ്മുടെ ആംഗിൾ ഓഫ് വിഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നതിൽ അങ്ങ് അറ്റത്തെ കാഴ്ചയുടെ ലിമിറ്റ്, ആ ഒരു നീണ്ട ഒരു രേഖയാണ് നമ്മൾ ഹൊറൈസൺ അല്ലെങ്കിൽ ചക്രവാളം എന്ന് പറയുന്നത്. അപ്പോൾ ബിയോണ്ട് ദ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ചക്രവാളങ്ങൾക്ക് അപ്പുറം എന്നുള്ളതാണ് ഈ യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ ഈ യൂണിറ്റ് പ്രധാനമായിട്ടും യാത്രകൾ അല്ലെങ്കിൽ ട്രാവൽ എന്നുള്ള ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ യൂണിറ്റ്. അപ്പോൾ ഈ യൂണിറ്റിൽ 3 ചാപ്റ്റേഴ്സാണ് പ്രധാനമായിട്ട് വരുന്നത്. അതിൽ ആദ്യത്തേത് ഒരു പോമാണ്. ആ പോമിൻ്റെ പേര് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്നാണ്, മലമുകളിലെ സൂര്യോദയം. പിന്നെ രണ്ടാമത്തേത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ദ ട്രിപ്പ് ടു ലാ ഹോർല എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. മൂന്നാമത്തേത് ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കഡാവു എന്ന് പറയുന്ന ഒരു ഫിജിയൻ ലെജൻഡാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന പോമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പോമിലേക്ക് വരുന്നതിന് മുന്നേ ഈ ബിയോണ്ട് ദ ഹൊറൈസൺ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് ഉണ്ട്. ആദ്യം നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടിനെ പറ്റി ആദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ യാത്രകളെ പറ്റിയിട്ടുള്ള ഈ യൂണിറ്റ് തുടങ്ങുന്നത് ഒരു കോട്ടോട് കൂടിയാണ്. അതായത് ഒരു പോയട്രിയിൽ നിന്നുള്ള ഒരു ലൈൻ, യാത്രകളെ സൂചിപ്പിക്കുന്ന ഒരു ലൈനോട് കൂടിയാണ് ഈ യൂണിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ 19th സെഞ്ച്വറിയിലെ ഒരു പോയറ്റിൻ്റെ വരികളാണിത്. അപ്പോൾ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ എന്ന് പറയുന്നത് 19th സെഞ്ച്വറിയിൽ വിക്ടോറിയ രാജ്ഞിയുടെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പോയറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യുലിസിസ് എന്ന് പറയുന്ന പോമിൽ നിന്നുള്ള ഒരു വരിയാണ് ഇവിടെ ആദ്യം തന്നെ തുടങ്ങിയിരിക്കുന്നത്. യുലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോമർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഗ്രീക്ക് റൈറ്ററിൻ്റെ ഒഡീസിയൂസ് എന്ന് പറയുന്ന ഒരു എപ്പിക് ഉണ്ട്, ഒരു മഹാകാവ്യമുണ്ട്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിലെ ഒഡീസിയൂസും അതിൻ്റെ ലാറ്റിൻ പരിഭാഷയാണ് യുലിസിസ്. അപ്പോൾ യുലിസിസ് എന്ന് പറയുന്നത് ഒരു രാജാവാണ്. ഇത്താക്ക എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായിരുന്നു യുലിസിസ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര വാരിയറും യോദ്ധാവും ഒക്കെ ആയിരുന്നു. അപ്പോൾ വളരെ ധീരനായിട്ടുള്ള ഒരു ഹീറോയാണ് യുലിസിസ്. അപ്പോൾ യുലിസിസിൻ്റെ വാക്കുകളാണ് ഈ പോയട്രിയിൽ വന്നിരിക്കുന്നത്. ഈ വരികൾ ഇങ്ങനെയാണ്: All experience is an arch wherethrough gleams that untraveled world whose margin fades forever and forever when I move. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, യാത്ര എന്ന് പറയുന്നത് ഒരു കവാടം കടന്ന് നിഗൂഢമായ ഒരു ലോകത്തിലേക്കുള്ള ഒരു പോക്കാണ്. നാം മുന്നോട്ട് പോകുന്തോറും ചക്രവാളങ്ങൾ മറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഫെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് അതിൻ്റെ ഒരു ഇന്നർ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാഴ്ചകൾ എപ്പോഴും നിഗൂഢമാണ്. അതായത് യാത്രക്കാരന് അറിയില്ല എന്താണ് വരാനിരിക്കുന്നത്, എന്ത് എക്സ്പീരിയൻസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് യാത്രക്കാരന് അറിയില്ല. അതാണ് യാത്രയുടെ ഒരു മനോഹാരിത. ഇതാണ് ഈ ഒരു വരിയോട് കൂടിയിട്ടാണ് ഈ യൂണിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഈ യൂണിറ്റിനെ പറ്റി ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Ulysses is the speaker of Tennyson's poem. For him, travel is the means to satisfy his unquenchable thirst for knowledge. യുലിസിന് യാത്ര എന്ന് പറയുന്നത് അറിവിന് വേണ്ടിയിട്ടുള്ള അൺക്വെഞ്ചബിൾ തേഴ്സ്റ്റ്, അല്ലെങ്കിൽ അടക്കി വയ്ക്കാൻ പറ്റാത്ത ദാഹം, അറിവിനോടുള്ള ദാഹം തീർക്കാനുള്ള ഒരു വഴിയാണ് യാത്രകൾ എന്ന് പറയുന്നത്. With his strong determination to strive, to seek, to find and not to yield, he
plans to go beyond horizons of knowledge and experience. യുലിസസിൻ്റെ പ്രധാനപ്പെട്ട ചിന്തകളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷൻ, അതായത് യുലിസസിൻ്റെ നിശ്ചയദാർഢ്യം, ടു സ്ട്രൈവ് അതായത് പരിശ്രമിക്കാനുള്ളതും, ടു സീക്ക് ടു ഫൈൻഡ് കണ്ടെത്താനും കണ്ടുപിടിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ ത്വര, ആൻഡ് നോട്ട് ടു ഈൽഡ് കീഴടങ്ങാൻ വേണ്ടിയിട്ടുള്ളതല്ല, എപ്പോഴും ഓരോ നിമിഷവും മുന്നോട്ട് കുതിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ത്വര. ആ ത്വരയോടുകൂടി ഹി പ്ലാൻസ് ടു ഗോ ബിയോണ്ട് ഹൊറൈസൺസ് ഓഫ് നോളജ്. അദ്ദേഹം അറിവിൻ്റെ ചക്രവാളങ്ങളിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പോകുന്നു. നൗഡേയ്സ്, അപ്പോൾ ഈ ഒരു വരിയാണ് ഇവിടെ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. Nowadays the amenities of travel have improved. അതായത് ഇന്നത്തെ കാലത്ത് യാത്രകൾ എന്ന് പറയുന്നത് അടുത്ത കാലത്തൊരു ട്രെൻഡാണ്. അപ്പോൾ യാത്രകൾക്കുള്ള എമിനിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഇന്ന് വളരെയധികം തന്നെ ഉണ്ട്. The opportunities of travel have also increased. യാത്ര പോകാനുള്ള അവസരങ്ങളും ഇന്ന് വളരെ കൂടുതലാണ്. This unit focuses on travel and the different experience it gives. ഈ യൂണിറ്റ് യാത്രയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. യാത്ര അതിൻ്റെ അനുഭവങ്ങളും എന്നുള്ള കാര്യത്തിലാണ് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ടേക്സ് ദ സ്റ്റുഡൻസ് ത്രൂ ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ട്രാവൽ. അത് വിദ്യാർത്ഥികളെ യാത്രയുടെ വിവിധ മേഖലകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അഡോറേഷൻ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി, പ്രകൃതി ഭംഗിയോടുള്ള ആരാധന. എ ഡിസയർ ഫോർ അഡ്വെഞ്ചർ, സാഹസത്തിനോടുള്ള ഒരു അഭിവാഞ്ച. ആൻഡ് ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് ന്യൂ കൾച്ചേഴ്സ്, പുതിയ പുതിയ സംസ്കാരങ്ങൾ. കസ്റ്റംസ് ആൻഡ് ട്രഡിഷൻസ്, പുതിയ പുതിയ രീതികൾ, ട്രഡിഷൻസ്, ആചാരങ്ങൾ, ഇതൊക്കെ കണ്ടെത്താനുള്ള ഒരു യാത്രയിലേക്കാണ് വിദ്യാർത്ഥികളെ ഈ യൂണിറ്റ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഇറ്റ് ഹാസ് 3 ലെസൺസ്. ഈ യൂണിറ്റിന് 3 ചാപ്റ്റേഴ്സാണുള്ളത്. നമ്മൾ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോമിലേക്ക് വരാം. അതായത് സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന പോമിലേക്ക് വരാം. അപ്പോൾ ഈ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന പോം എഴുതിയിരിക്കുന്നത് ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹം 19th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഒരു റൈറ്ററാണ്. 1807 അദ്ദേഹത്തിൻ്റെ ജനനം, 1882 മരണം. ഹി വാസ് എ പോപ്പുലർ അമേരിക്കൻ പോയറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റർ. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റായിരുന്നു. അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്റർ ആയിരുന്നു. അതായത് മറ്റ് ഭാഷകളിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹി വാസ് എ പ്രൊഫസർ അറ്റ് ഹാർവേഡ് യൂണിവേഴ്സിറ്റി. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം ലോങ്ഫെല്ലോ വാസ് കൺസിഡേർഡ് ദ ബെസ്റ്റ് അമേരിക്കൻ പോയറ്റ്. അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് അമേരിക്കൻ പോയറ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. His work was translated and published in many other languages. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും മറ്റ് ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. The poem Sunrise on the Hills presents the experience of the poet as he watches the sunrise among the hills. അപ്പോൾ ഈ പോമിൽ നമ്മൾ കാണുന്നത് നമ്മുടെ പോയറ്റ് ഒരു മലയുടെ മുകളിൽ ചെന്ന് നിന്ന് സൂര്യോദയം കാണുന്ന ഒരു അനുഭവമാണ് ഈ പോയട്രിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പോയട്രിയിൽ 3 സ്റ്റാൻസാസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ വലിയൊരു സ്റ്റാൻസയാണ്. അതിൽ 18 വരികൾ ഉൾപ്പെടുന്ന വലിയൊരു സ്റ്റാൻസയാണ് ആദ്യത്തെ സ്റ്റാൻസ. രണ്ടാമത്തെ സ്റ്റാൻസയിൽ 12 വരികളാണ് വരുന്നത്. കുറച്ചും കൂടെ ചെറിയ ഒരു സ്റ്റാൻസയാണ്. മൂന്നാമത്തെ സ്റ്റാൻസയിൽ 6 വരികൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റാൻസയിലും രണ്ടാമത്തെ സ്റ്റാൻസയിലും പ്രകൃതി വർണ്ണനയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റാൻസയിൽ വളരെയധികം വിഷ്വൽ ഇമേജറീസ് നമുക്ക് കാണാം. ഇമേജറി എന്ന് പറഞ്ഞാൽ ബിംബം എന്നാണ് അർത്ഥം. അതായത് നമ്മളൊരു വരി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിത്രങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ, കാര്യം നമ്മളൊരു വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പല പല ചിത്രങ്ങൾ ഉണ്ടാകുമല്ലോ ആ വായിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ വിവിധ ചിത്രങ്ങൾ ഉണ്ടാകുന്നതിനാണ് വിഷ്വൽ ഇമേജറി എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഓഡിറ്ററി ഇമേജറീസ് ആണ് കൂടുതൽ. ഓഡിറ്ററി എന്ന് പറയുമ്പോൾ
വായിക്കുമ്പോൾ നമുക്ക് ചില ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ഈ കേൾക്കുന്നതായിട്ടുള്ള അനുഭവപ്പെടുന്ന വരികളെയാണ് ഓഡിറ്ററി ഇമേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ധാരാളം കിനസ്തെറ്റിക് ഇമേജറീസും ഇതിനകത്തുണ്ട്. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്, അതായത് നമ്മളൊരു വരി വായിക്കുമ്പോൾ നമുക്ക് ചലനം അനുഭവപ്പെടും. അതായത് നമ്മുടെ മനസ്സിൽ ഒരു ചിത്രം എങ്ങനെയുള്ള ചിത്രം, മൂവ് ചെയ്യുന്ന ചിത്രം നമ്മൾ മനസ്സിൽ കാണാൻ സാധിക്കുമ്പോൾ ആ ഒരു ഇമേജറിയെയാണ് കിനസ്തെറ്റിക് ഇമേജറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം ബിംബങ്ങൾ അല്ലെങ്കിൽ ഇമേജറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്നതാണ്, ഇമേജറീസ് ഉള്ള ഒരു പോമാണ് ഈ ഒരു സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന പോം. അപ്പോൾ ഈ പോമിൽ ആദ്യത്തെ 2 സ്റ്റാൻസയിൽ ധാരാളം പ്രകൃതി വർണ്ണന, അതായത് പോയറ്റ് ഒരു മലയുടെ മുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച അദ്ദേഹം കാണുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ മേളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന താഴ്വരയും അവിടെ കാണുന്ന കാഴ്ചകളും ശബ്ദങ്ങളും ഒക്കെ അദ്ദേഹം ഈ കവിതയിൽ പറയുന്നുണ്ട്. എന്നാൽ ലാസ്റ്റ് 6 വരികളുള്ള ലാസ്റ്റ് സ്റ്റാൻസയിൽ ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു മെസ്സേജ് പോയറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പോയട്രിയിലേക്ക് വരാം. ഈ പോയട്രിയുടെ ആദ്യത്തെ സ്റ്റാൻസയാണ്. ആദ്യത്തെ സ്റ്റാൻസ ഒന്ന് വായിക്കാം. I stood upon the hills when heaven's wide arch was glorious with the sun's returning march, and woods were brightened and soft gales went forth to kiss the sun-clad vales. The clouds were far beneath me, bathed in light. They gathered midway round the wooded height, and in their fading glory shone like horse in battle overthrown. As many a pinnacle with shifting glance through the grey mist thrust up its shattered lance, and rocking on the cliff was left the dark pine blasted bare and cleft. The veil of cloud was lifted, and below gloved the rich valley, and the river's flow was darkened by the forest shade, or glistened in the white cascade, where upward in the mellow blush of day the noisy bittern wheeled his spiral way. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ സ്റ്റാൻസ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ്ങിലേക്ക് വരാം. കവി പറയാണ്, I stood upon the hills when heaven's wide arch was glorious with sun's returning march. അപ്പോൾ ഞാൻ ഈ മലയുടെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താ കാണുന്നത്? സൂര്യൻ ഉദിച്ചു വരുന്നത്. വെൻ ഹെവൻസ് വൈഡ് ആർച്ച്, സൂര്യൻ ഉദിച്ചു വരുന്നത് അദ്ദേഹത്തിന് എങ്ങനെയാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്? സ്വർഗത്തിൻ്റെ വിശാലമായ കവാടം തുറന്നാണ് സൂര്യൻ വരുന്നത്. ആർച്ച് എന്ന് പറഞ്ഞാൽ കവാടം. സ്വർഗത്തിൻ്റെ വിശാലമായ വൈഡ് ഹെവൻസ് ആർച്ച് തുറന്ന് സൂര്യൻ വരികയാണ്. വാസ് ഗ്ലോറിയസ് വിത്ത് ദ സൺസ് റിട്ടേണിങ് മാർച്ച്. അപ്പോൾ ഈ സ്വർഗത്തിൻ്റെ കവാടം എന്ന് പറഞ്ഞത് വളരെ ഗ്ലോറിയസ് അല്ലെങ്കിൽ വളരെ പ്രൗഢ ഗംഭീരമായിട്ട് അനുഭവപ്പെട്ടു. എന്തുകൊണ്ടാണ്? ബിക്കോസ് സൂര്യൻ സൺസ് റിട്ടേണിങ് മാർച്ച്, അതായത് ഒരു യോദ്ധാവിനെ പോലെ പ്രൗഢ ഗംഭീരമായിട്ട് സൂര്യൻ തിരിച്ചു വരികയാണ്, മാർച്ച് ചെയ്ത് വരികയാണ്. അതായത് തലേദിവസം രാത്രി അസ്തമിച്ച സൂര്യൻ പിറ്റേന്ന് രാവിലെ പ്രൗഢ ഗംഭീരമായിട്ട് റിട്ടേണിങ് മാർച്ച്, തിരിച്ചു വരവിലേക്ക് വരികയാണ്. And woods were brightened and soft gales went forth to kiss the sun-clad vales. അപ്പോൾ the woods were brightened, അതായത് വുഡ്സ് എന്ന് പറഞ്ഞാൽ കാട് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കാട് ഈ സൂര്യപ്രകാശത്തിൽ നന്നായിട്ട് തിളങ്ങി നിൽക്കുന്നു. ആൻഡ് വുഡ്സ് വർ ബ്രൈറ്റൻഡ് ആൻഡ് സോഫ്റ്റ് ഗെയിൽസ്. ഗെയിൽ എന്ന് പറഞ്ഞാൽ കാറ്റെന്നാണ് അർത്ഥം. അപ്പോൾ രാവിലെ, അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കാറ്റായിരിക്കും വീശുന്നത്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കാറ്റ് വീശുന്നുണ്ട്. went forth to kiss the sun-clad vales. ഈ ചെറിയ കാറ്റ്, ഇളം തെന്നൽ എന്താണ് ചെയ്യുന്നത്? went forth to kiss the sun-clad vales. ഈ സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന വെയിൽ, VALE വെയിൽസ് എന്ന് പറഞ്ഞാൽ താഴ്വര. അപ്പോൾ സൂര്യപ്രകാശത്തിൽ ക്ലാഡ് എന്ന് പറഞ്ഞാൽ
നനയ്ക്കുക എന്നാണ് അർത്ഥം. ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ സൂര്യപ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്ന ഈ താഴ്വരയെ ചുംബിച്ചുകൊണ്ട് കാറ്റ് കടന്നു പോകുന്നു. അടുത്ത വരി, ദ ക്ലൗഡ്സ് വേർ ഫാർ ബിനീത്ത് മീ. കവി മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ മേഘങ്ങൾ അദ്ദേഹത്തിന് താഴെയായിട്ടാണ് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത്. ദ ക്ലൗഡ്സ് വേർ ഫാർ ബിനീത്ത് മീ ബെയ്ത്ത് ഇൻ ലൈറ്റ്. എങ്ങനെയാണ് മേഘങ്ങൾ കാണപ്പെടുന്നത്? ബെയ്ത്ത് ഇൻ ലൈറ്റ്, സൂര്യപ്രകാശത്തിൽ കുളിക്കുന്ന മേഘങ്ങളെയാണ് അദ്ദേഹത്തിന് താഴെ, മലയുടെ താഴെ കാണാൻ സാധിക്കുന്നത്. They gathered midway round the wooded height. അവർ വുഡഡ് എന്ന് പറഞ്ഞാൽ ആ താഴെ കാണുന്ന കാട്, ആ കാടിന് മുകളിൽ, ആ വുഡഡ് ഹൈറ്റിൽ, ആ കാടിന് മുകളിൽ മേഘങ്ങൾ ഗ്യാദർ ചെയ്തിരിക്കുകയാണ്. അത് മേഘങ്ങൾ വന്ന് കൂടിയിരുന്ന മേഘങ്ങളാണ്. ആൻഡ് ഇൻ ദ ഫെയ്ഡിങ് ഗ്ലോറി. അപ്പോൾ ഈ തലേന്ന് വൈകുന്നേരം ആവുമ്പോൾ ഈ മേഘങ്ങളൊക്കെ താഴ്വരയിൽ ഇറങ്ങി വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ, അത് പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു ഉയർന്ന് ആ പ്രകാശവും ചൂടും ഒക്കെ പരന്നു കഴിഞ്ഞപ്പോൾ ഈ മേഘങ്ങൾ അവിടെ നിന്ന് മാറി മാറി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇൻ ദർ ഫെയ്ഡിങ് ഗ്ലോറി, അതായത് മേഘത്തിൻ്റെ പ്രൗഢി മാഞ്ഞു പോവുകയാണ്, അത് തീർന്നു പോവുകയാണ്. ലൈക്ക് ഹോസ്റ്റ് ഇൻ ബാറ്റിൽ ഓവർ ത്രോൺ. അപ്പോൾ ഈ മേഘങ്ങൾ തലേന്ന് രാത്രി വരെ അവിടെ നിറഞ്ഞു നിന്നിരുന്ന മേഘങ്ങൾ മാറിപ്പോകുന്നതിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? തോറ്റ് പിന്മാറുന്ന സേനയെ പോലെ. അത് ഹോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സേനയാണ്, HOSTS. അപ്പോൾ തോറ്റ് പിന്മാറുന്ന, ഓവർത്രോൺ എന്ന് പറഞ്ഞാൽ തോൽവി സമ്മതിച്ച് ചിതറി ഓടി മാറിപ്പോകുന്ന പട്ടാളക്കാരെ പോലെ, സേനയെ പോലെ മേഘങ്ങൾ സൂര്യൻ ഉദിച്ച് ഉയർന്നു കഴിഞ്ഞപ്പോൾ ആ താഴ്വരയിൽ നിന്ന് ചിതറി മാറിപ്പോവുകയാണ്. അടുത്ത വരി, ആസ് മെനി എ പിനക്കിൾ വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ്. കവി നോക്കുമ്പോൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ചയാണ്. പിനക്കിൾ എന്ന് പറയുന്നത് മലയുടെ കൂർത്ത അറ്റം, മലയുടെ മുകളറ്റത്തിനെയാണ് പിനക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം മലകളുടെ കൂർത്ത മുനകൾ കാണുകയാണ് ആകാശത്ത്, അതായത് ആ താഴ്വരയ്ക്ക് മുകളിലായിട്ട്. വിത്ത് ഷിഫ്റ്റിംഗ് ഗ്ലാൻസ്. എന്നിട്ട് അദ്ദേഹം ഒന്ന്, ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നോട്ടം മാറ്റി നോക്കിയപ്പോൾ കാണുന്നത് ത്രൂ ദ ഗ്രേ മിസ്റ്റ് ത്രസ്റ്റഡ് ഇറ്റ്സ് ഷാറ്റേർഡ് ലാൻഡ്സ്. അദ്ദേഹം ആദ്യം താഴ്വരയിലേക്ക് നോക്കുന്നു. താഴ്വരയിലേക്ക് നോക്കുമ്പോഴാണ് ഈ മേഘങ്ങൾ കൂടിക്കിടക്കുന്നത്, സൂര്യപ്രകാശത്തിൽ ചിതറി മാറിപ്പോകുന്നത് കാണുന്നത്. പിന്നീട് അദ്ദേഹം നോക്കുന്നത് തൊട്ട് മുകളിലായിട്ട് ഗ്രേ മിസ്റ്റ്, ഗ്രേ നിറത്തിലുള്ള മൂടൽമഞ്ഞിൻ്റെ ഇടയിലൂടെ ത്രസ്റ്റപ്പ്, അതായത് തള്ളി നിൽക്കുന്ന, മുകളിലേക്ക് കൂർത്ത് നിൽക്കുന്ന മലകളുടെ അറ്റങ്ങളാണ്. എന്തുപോലെയാണ്? ഷാറ്റേർഡ് ലാൻഡ്സ് പോലെ. ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ കുന്തം, അതായത് ചിതറിയ കുന്തമുനകൾ പോലെ മലകളുടെ കൂർത്ത അറ്റങ്ങൾ ഈ മൂടൽമഞ്ഞിനിടയിലൂടെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നു. പിന്നെന്താണ് അദ്ദേഹം കാണുന്നത്? ആൻഡ് റോക്കിംഗ് ഓൺ ദ ക്ലിഫ് വാസ് ലെഫ്റ്റ് ദ ഡാർക്ക് പൈൻ ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ്. അതായത് ക്ലിഫ് എന്ന് പറയുന്നത് ഈ കൂർത്ത മലയുടെ അറ്റമാണ്. അപ്പോൾ ഒരു മലയുടെ അറ്റത്തായിട്ട് അദ്ദേഹം എന്താണ് കാണുന്നത്? റോക്കിംഗ് ഓൺ ദ ക്ലിഫ്, അങ്ങോട്ടും ഇങ്ങോട്ടും റോക്കിംഗ് എന്ന് പറഞ്ഞാൽ ആടുക, കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഒരു പൈൻ മരമാണ്. എങ്ങനെയുള്ള പൈൻ മരം? ഡാർക്ക് പൈൻ, ഇരുണ്ടാണ്. ഇവിടെ നോക്കുമ്പോൾ ഇരുണ്ട രൂപത്തിലാണ് ആ പൈൻ മരത്തെ കാണുന്നത്. ബ്ലാസ്റ്റഡ് ബെയർ ആൻഡ് ക്ലെഫ്റ്റ്, അത് പൊട്ടിച്ചിതറിയ ഒരു പൈൻമരമാണ്. ബെയറാണ്, ഇലകളെല്ലാം പൊഴിഞ്ഞു പോയ ഒരു പൈൻമരമാണ്. ക്ലെഫ്റ്റ്, അതായത് നടുവെ പിളർന്നതാണ്. അങ്ങനെ പിളർന്ന് പൊട്ടിച്ചിതറി ഇലകളൊന്നും ഇല്ലാത്ത ഒരു ഇരുണ്ട പൈൻമരം ഒരു മലയുടെ മുകളിലായിട്ട് അദ്ദേഹം കാണുകയാണ്. ആ പൈൻമരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്നു. ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ് ആൻഡ് ബിലോ. അപ്പോൾ ഈ മേഘങ്ങളുടെ വെയിൽ, VEIL, വെയിൽ എന്ന് പറഞ്ഞാൽ മുഖപടം അല്ലെങ്കിൽ മുഖത്ത് കവർ ചെയ്യാനായിട്ടിടുന്ന ഒരു മൂടുപടത്തിനെയാണ് വെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ മേഘങ്ങൾ മാറിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ മേഘത്തിൻ്റെ മൂടുപടം മാറിക്കഴിഞ്ഞപ്പോൾ എന്താണ് കാണുന്നത്? ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ്, മേഘത്തിൻ്റെ മൂടുപടം മാറിയപ്പോൾ, ആൻഡ് ബിലോ, താഴെ എന്താണ് കണ്ടത്? ഗ്ലൗഡ് ദ റിച്ച് വാലി, അതായത് മനോഹരമായിട്ടുള്ള താഴ്വര. ഗ്ലൗഡ്, അതായത് തിളങ്ങുന്നു, സൂര്യപ്രകാശത്തിൽ മനോഹരമായിട്ടുള്ള റിച്ച് വാലി തിളങ്ങുകയാണ്.
ആൻഡ് ദ റിവേഴ്സ് ഫ്ലോ, താഴെ നദി ഒഴുകുന്നതും അദ്ദേഹത്തിന് കാണാം. വാസ് ഡാർക്കൻ ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ്, ഈ നദി എങ്ങനെയാണ് കാണപ്പെടുന്നത്? കാടിൻ്റെ നിഴല് വീണത് കൊണ്ട് നദി ഇരുണ്ടാണ് കാണപ്പെടുന്നത്. ഓർ ഗ്ലിസൻഡ് ഇൻ ദ വൈറ്റ് കാസ്കേഡ്, ചില ഭാഗങ്ങളിലൊക്കെ നദി തിളങ്ങുന്നുമുണ്ട്. എന്തുകൊണ്ടാണ്? വെള്ളച്ചാട്ടങ്ങളുണ്ട്. വൈറ്റ് കാസ്കേഡ് എന്ന് പറഞ്ഞാൽ വെളുത്ത നിറത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളുള്ള ഭാഗങ്ങളിൽ നദി തിളങ്ങിയാണ് ഒഴുകുന്നത്. Where upward in the mellow blush of day the noisy bittern wheeled his spiral way. പിന്നെ അദ്ദേഹം നോക്കുമ്പോൾ മുകളിൽ upward in the mellow blush of day, mellow എന്ന് പറഞ്ഞാൽ പഴുത്തു തുടുത്ത എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താണ് പഴുത്തു തുടുത്തിരിക്കുന്നത്? പകൽ, ഡേ. മെലോ ബ്ലഷ് ഓഫ് ഡേ, അതായത് പകൽ സമയം നന്നായിട്ട് പഴുത്തു തുടുത്ത ഈ ഒരു പകൽ സമയത്ത് എന്ത് കാണുന്നു? ദ നോയ്സി ബിറ്റേൺ വീൽഡ് ഇറ്റ്സ് സ്പൈറൽ വേ. ബിറ്റേൺ എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ ഈ പക്ഷി വളരെയധികം ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, നോയ്സി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അത് വട്ടത്തിൽ ചുറ്റി ചുറ്റി മുകളിലേക്ക് പറന്നു പോവുകയാണ്. വീൽ ഹിസ് സ്പൈറൽ വേ, അതായത് ചുറ്റി പറന്നു പോകുന്ന ഒരു ബിറ്റേൺ പക്ഷിയെ അദ്ദേഹം കാണുന്നു. അപ്പോൾ ഇനി ഇത്രയുമാണ് ആദ്യത്തെ സ്റ്റാൻസ. ഇനി നമുക്ക് ഈ സ്റ്റാൻസയിൽ മുഴുവൻ വിഷ്വൽ ഇമേജസ് ആണ്. അതായത് ഈ വരികൾ വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ ചിത്രങ്ങൾ കണ്ടു. പിന്നെ മൂവ്മെൻറ്റ്, അതായത് ഈ ബിറ്റേൺ വീൽഡ് ഹിസ് സ്പൈറൽ വേ എന്നൊക്കെ പറയുമ്പോൾ മൂവ്മെൻറ്റ്, അപ്പോൾ അത് കിനസ്തെറ്റിക് ഇമേജറിയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റാൻസയിൽ ഓഡിറ്ററി ഇമേജസ് നമുക്ക് കാണാം. അടുത്ത സ്റ്റാൻസ ഇങ്ങനെയാണ്: ഐ ഹേർഡ് ദ ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്, I saw the current whirl and flash, and richly by the blue lake's silver reach, the woods were bending with a silent reach. Then over the vale with gentle swell, the music of the village bell came sweetly to the echo-giving hills, and the wild horn whose voice the woodland was ringing to the merry shout that faint and far the glen sent out, were answering to the sudden shot through thick-leaved branches from the dingle brook. അപ്പോൾ വരികളിലേക്ക് വരാം. ഐ ഹേർഡ് ദ ഡിസ്റ്റന്റ് വാട്ടേഴ്സ് ഡാഷ്, അദ്ദേഹത്തിന് മേലെ നിന്നപ്പോൾ അദ്ദേഹത്തിന് ദൂരെ വെള്ളം ഒഴുകുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. ഡാഷ് എന്ന് പറഞ്ഞാൽ ശക്തിയായി ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം അദ്ദേഹം കേട്ടു. ഐ സോ ദ കറണ്ട് വേൾ ആൻഡ് ഫ്ലാഷ്, അതായത് വെള്ളം ചുറ്റി ഒഴുകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശബ്ദം അദ്ദേഹം കേട്ടു. ആൻഡ് റിച്ച്ലി ബൈ ദ ബ്ലൂ ലേക്സ് സിൽവർ റീച്ച്, ദ വുഡ്സ് വർ ബെൻഡിങ് വിത്ത് എ സൈലന്റ് റീച്ച്, ദൂരെ നീല കായൽ അദ്ദേഹത്തിന് കാണാം. റിച്ച്ലി മനോഹരമായിട്ട് ബ്ലൂ ലേക്കിൻ്റെ സിൽവർ റീച്ച്, അതായത് അതിൻ്റെ നീലക്കായലിൻ്റെ വെള്ളിത്തിളക്കം അദ്ദേഹം കാണുകയാണ്. അപ്പോൾ അടുത്ത വരിയിൽ ദ വുഡ്സ് വർ ബെൻഡിങ് വിത്ത് എ സൈലന്റ് റീച്ച്, ആ ഒരു കായലിലേക്ക് മരങ്ങൾ ചാഞ്ഞ് നിൽക്കുകയാണ്. അപ്പം വുഡ്സ് വർ ബെൻഡിങ്, അതായത് ഈ മരങ്ങൾ, വുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മരങ്ങളെയാണ്. മരങ്ങൾ ഈ നീലക്കായലിലേക്ക് ബെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ദെൻ ഓവർ ദ വെയിൽ എന്ന് പറഞ്ഞാൽ താഴ്വര. അപ്പോൾ ഈ താഴ്വരയുടെ മുകളിൽ വിത്ത് ജെന്റിൽ സ്വെൽ, ഉയർന്നു വരികയാണ്. എന്താണ് ഉയർന്നു വരുന്നത്? ദ മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ. അവിടെ താഴെ മേലെ നോക്കുമ്പോൾ ഒരു കാടായിട്ടാണ് കാണുന്നത്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ കൊച്ചു ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ ഈ ഗ്രാമങ്ങളിൽ നിന്ന് മണിയടി ശബ്ദം അദ്ദേഹത്തിന് മേലെ നിന്ന് കേൾക്കാം. അപ്പോൾ ദ മ്യൂസിക് ഓഫ് ദ വില്ലേജ് ബെൽ, അപ്പോൾ അവിടെ ആ ചെറിയ ഗ്രാമത്തിൽ നിന്ന് മണിയടി ശബ്ദം അദ്ദേഹത്തിന് കേൾക്കുന്നുണ്ട്. കെയിം സ്വീറ്റ്ലി ടു ദ എക്കോ ഗിവിംഗ് ഹിൽസ്, അപ്പോൾ ആ മണിയടി ശബ്ദം ആ കുന്നുകളിലാകെ പ്രതിധ്വനിയായിട്ട് കേൾക്കുന്നുണ്ട്. ആൻഡ് ദ വൈൽഡ് ഹോൺ ഹൂസ് വോയിസ് ദ വുഡ്ലാൻഡ് വാസ് റിങ്ങിങ്. വൈൽഡ് ഹോൺ എന്ന് പറയുന്നത് ഒരുതരം പക്ഷിയാണ്. നമ്മൾ ഹോൺബിൽ പക്ഷി എന്നൊക്കെ പറയുന്ന പക്ഷിയാണ്. മലമുഴക്കി വേഴാമ്പൽ എന്നൊക്കെ പറയുന്ന പക്ഷിയാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു വെറൈറ്റി ആയിരിക്കാം അവിടെ ഉള്ളത്. അപ്പോൾ ഈ പക്ഷിയുടെ പ്രത്യേകത, അതിൻ്റെ ഒച്ച എന്ന് പറയുന്നത് മലകളിലാകെ പ്രകമ്പനം കൊള്ളുന്ന ഒരു ശബ്ദമാണ് ഈ പക്ഷിക്കുള്ളത്. അപ്പോൾ ആൻഡ് ദ വൈൽഡ്
ഹോൺ, ഈ പക്ഷി ഹൂസ് വോയിസ് ദ വുഡ്ലാൻഡ് ഫിൽസ്, ഈ കാടാകെ അതിൻ്റെ ശബ്ദം നിറഞ്ഞു കേൾക്കാം. വാസ് റിംഗിങ് ടു ദ മെറി ഷൗട്ട്, അപ്പോൾ ഗ്രാമത്തിൽ നിന്നുള്ള സന്തോഷകരമായിട്ടുള്ള ആരവങ്ങളും മണിയടി ഒച്ചയും അതിനോടൊപ്പം തന്നെ ഈ ഹോൺ, വൈൽഡ് ഹോൺ പക്ഷിയുടെ ശബ്ദവും കേൾക്കുന്നുണ്ട്. That faint and far the glen sent out were answering to the sudden short thin smoke. അതിനോടൊപ്പം തന്നെ ഈ ഗ്രാമങ്ങളിൽ നിന്നും ഫെയിൻറ്റ് ആൻഡ് ഫാർ, വളരെ നേർമയായിട്ട്, ഗ്ലെൻ എന്ന് പറഞ്ഞാൽ താഴ്വര എന്ന് തന്നെയാണ് അർത്ഥം. ഈ താഴ്വരയിൽ നിന്നും തിൻ സ്മോക്ക്, താഴ്വരയിൽ ഗ്രാമങ്ങളുണ്ട്, ആ ഗ്രാമങ്ങളിൽ വീടുകളിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഉയരുന്ന നേർത്ത പുകയും അദ്ദേഹത്തിന് കാണാം. അതായത് ഈ ആരവങ്ങൾ, ഈ ബെല്ലുകൾ, ആരവങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്നുള്ള സന്തോഷത്തിൻ്റെ ശബ്ദങ്ങളോടൊപ്പം തന്നെ അതിന് മറുപടി പറയുക എന്നോണം were answering to the sudden shot, ആ ഒരു ശബ്ദങ്ങളുടെ മറുപടി എന്നോണം അവിടെ നിന്നും ചുരുളുകളും ഉയരുന്നത് കാണാം. ത്രൂ തിക്ക് ലീവ്ഡ് ബ്രാഞ്ചസ് ഫ്രം ദ ഡിങ്കിൾ ബ്രോക്ക്, അപ്പോൾ ഈ തിക്കായിട്ടുള്ള മരങ്ങളുടെ ശിഖരങ്ങളുടെ ഇടയിൽ കൂടെ, ഡിങ്കിൾ ബ്രോക്ക് എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ നിറഞ്ഞ താഴ്വര എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നിന്നും ചുരുളുകൾ ഉയരുന്നതും അദ്ദേഹത്തിന് കാണാം. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റാൻസയിലേക്കാണ് പോകുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ വായിക്കാം. ഇഫ് ദൗ ആർട്ട് വോൺ ആൻഡ് ഹാർട്ട് ബിസെറ്റ് വിത്ത് സോറോസ് ദാറ്റ് ദൗ വുഡ്സ്റ്റ് ഫോർഗെറ്റ്, ഇഫ് ദൗ വുഡ്സ്റ്റ് റീഡ് എ ലെസൺ that will thy heart from fainting and thy soul from sleep, go to the woods and hills, no tears, dim the sweet look that nature. അപ്പോൾ ലാസ്റ്റ് വരിയിൽ അദ്ദേഹം പറയുകയാണ്, ദൗ ആർട്ട്, ദൗ എന്ന് പറഞ്ഞാൽ യു എന്നാണ് അർത്ഥം, ആർട്ട് എന്ന് പറഞ്ഞാൽ ആർ എന്നാണ് അർത്ഥം. അത് പഴയ ഇംഗ്ലീഷാണ്. ഇഫ് ദൗ ആർട്ട് വോൺ ആൻഡ് ഹാർട്ട് ബിസെറ്റ്, നിങ്ങൾ വളരെ ദുഃഖിതരാണെങ്കിൽ, ഇപ്പോൾ ദൗ ആർട്ട്, അതായത് യു ആർട്ട് വോൺ, WORN, വോൺ എന്ന് പറഞ്ഞാൽ WEAR, വേറിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ വേറിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ അതായത് നിങ്ങൾ ടയേർഡ് ആണെങ്കിൽ, നിങ്ങൾ വോൺ ആണെങ്കിൽ, നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ തളർന്നു പോയി എങ്കിൽ, ആൻഡ് ഹാർഡ് ബിസെറ്റ്, നിങ്ങളെ വളരെ, ബിസെറ്റ് എന്ന് പറഞ്ഞാൽ അഫക്റ്റ് ചെയ്യുക എന്ന് അർത്ഥം. അപ്പോൾ നിങ്ങളെ വളരെയധികം ദുഃഖം നിങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വിത്ത് സോറോസ് ദാറ്റ് ദൗ വുഡ്സ്റ്റ് ഫോർഗെറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ദുഃഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മറക്കാനായിട്ട് നിങ്ങൾക്ക്, ഇഫ് ദൗ വുഡ്സ് റീഡ് എ ലെസൺ, ഈ ദുഃഖങ്ങൾ മറക്കാൻ നിങ്ങൾക്കൊരു പുസ്തകം വായിക്കണമെന്നുണ്ടെങ്കിൽ, ദാറ്റ് വിൽ ദൈ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ്, അതായത് നിങ്ങൾക്ക് സാന്ത്വനം കിട്ടാനായിട്ട് നിങ്ങളുടെ ഹൃദയം, ദൈ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ബോധം നഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ പീഡിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ദുഃഖമുണ്ടെങ്കിൽ, ആ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളൊരു പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നിങ്ങൾ ഈ മനോഹരമായ കാടുകളിലേക്ക് പോകൂ, ഈ മലകളിലേക്ക് പോകൂ. നോ ടിയേഴ്സ് ഡിം ദ സ്വീറ്റ് ലുക്ക് ദാറ്റ് നേച്ചർ, നിങ്ങളുടെ ആ ഒരു ദുഃഖം, കണ്ണുനീര് നിറഞ്ഞ കണ്ണിന് ഒരിക്കലും ഈ പ്രകൃതിയുടെ മനോഹാരിതയെ മങ്ങിപ്പിക്കാൻ കഴിയില്ല. അതായത് കവി പറയുന്നത്, ലാസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ്റെ ഏതൊരു ദുഃഖവും മറക്കാൻ, ദുഃഖത്തിനെയും ഇല്ലാതാക്കാൻ പ്രകൃതിയുടെ ഭംഗിക്ക് സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് യാത്രകൾ പോകൂ, നിങ്ങൾ കാടുകളിലേക്ക് പോകൂ, നിങ്ങൾ മലകളിലേക്ക് പോകൂ, നിങ്ങളുടെ എല്ലാ ദുഃഖവും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത തീരുന്നത്. അപ്പോൾ ഈ കവിതയിൽ ധാരാളമായിട്ട് വരുന്നത് ഇമേജറീസ് ആണ്, ബിംബങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ വരിയിൽ ഒരു പേഴ്സോണിഫിക്കേഷൻ നമുക്ക് കാണാം. അതായത് വാസ് ഗ്ലോറിയസ് വിത്ത് സൺസ് റിട്ടേണിങ് മാർച്ച്, സൂര്യൻ്റെ തിരിച്ചു വരവെന്ന് പറയുമ്പോൾ അവിടെ പേഴ്സോണിഫിക്കേഷൻ, അതായത് സൂര്യനെ ഒരു മനുഷ്യൻ്റെ ഒരു ആട്രിബ്യൂട്ട്, മനുഷ്യൻ്റെ ഒരു സ്വഭാവം സൂര്യന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവിടെ പേഴ്സോണിഫിക്കേഷനാണ് വരുന്നത്. പിന്നെ ഇവിടെ പല സ്ഥലത്തും മെറ്റഫറുകളും നമുക്ക് കാണാം. അതായത് ദ വീഡ് ഓഫ് ക്ലൗഡ് എന്ന് പറയുന്നിടത്ത്, അതായത് മേഘത്തിൻ്റെ മൂടുപടം എന്ന് പറയുന്നിടത്ത്
മെറ്റഫർ അല്ലെങ്കിൽ ഒരു ഉപമ, ഇത് മറ്റേതാണ് എന്ന് പറയുന്ന ഒരു ഉപമ അവിടെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസുകൾ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.